കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കെറ്റിലും വെള്ളമില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ കഴിഞ്ഞ ഒരു മാസം ശരിക്കും പറഞ്ഞാൽ പോയത് അറിഞ്ഞതേയില്ല. അധികം എന്താ പറയുക, ഈ കോമഡി ഷോ, കോമഡി പരിപാടികൾ ടി വിയിൽ കാണാനുള്ള സമയമേ ഇല്ലായിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു. കാരണം ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചത് മുതൽ ഇവിടം വരെ, അത് ഇന്നലെ ഇലക്ഷൻ കഴിയുന്നത് വരെ ചിരിച്ച് 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 ചാകും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കോമഡി തന്നെയെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഓരോ NDA സ്ഥാനാർത്ഥികളുടെയും വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കണ്ട് ചിരിച്ചുകൊണ്ടേയിരുന്നു. ആ ഒരു മാസം ശരിക്കും പറഞ്ഞാൽ പോയതറിഞ്ഞില്ല. ഇനി അത്തരത്തിലുള്ള കോമഡികൾ കിട്ടില്ലല്ലോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അത്രയ്ക്ക് നമ്മുടെ NDA സ്ഥാനാർത്ഥികളുടെ ചിരിപ്പിക്കുന്ന കോമഡികൾ കേട്ട് 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 ചിരിച്ച് മതിയായി. ഇത്തരം കോമഡികൾ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ട് പോകില്ല. അത്ര മനോഹരമായ കോമഡികളാണ്. അതിന് ചില ഭാഗങ്ങളിലേക്ക് നമ്മൾ എന്റെ അച്ഛൻ എപ്പോഴും തോളത്തിട്ടിട്ട് പറയും മന്ത്രിയാവുന്ന തോന്നണേയുള്ളു. എപ്പോഴും പറയണ ഡയലോഗ്. അവൾക്ക് രാഷ്ട്രീയത്തില് ഭയങ്കര ഭാവിയാണ്. എന്റെ അമ്മേ, എനിക്ക് ചിരിക്കാൻ വയ്യ. ആ പെണ്ണിന് മുഴുത്ത വട്ടാണെന്നാണ് ജോണിന്റെ ബലമായ സംശയം. അല്ല, വട്ട് തന്നെയാ. അയ്യോ പാവം. അതായത് നമ്മുടെ അഞ്ജലി നായരുടെ അച്ഛൻ ചെറുപ്പം മുതലേ പറയുമായിരുന്നു, ഇത് നല്ലൊരു ഭാവിയുണ്ട്, ഇവള് എന്ത് തന്നെയായാലും ഒരു മന്ത്രിയാകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്, ഇവൾ എന്തായാലും മന്ത്രിയാകും എന്ന് ആളെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്നാണ് പറയുന്നത്. ഇത് രാഷ്ട്രീയത്തില് ഭയങ്കര ഭാവിയാണ്. ഇവള് മന്ത്രിയാവുന്ന ഞാൻ ചെറുപ്പത്തിലെ കഥ കേട്ടോ പറയണേ. പിന്നെ അത് തുടർച്ചയായിട്ട് അച്ഛൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മന്ത്രിയാവും. എന്നെ കളിയാക്കുക അച്ഛൻ. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഓരോ കമന്റുകൾ കേൾക്കുമ്പോൾ നമ്മൾ ചിരിച്ചു പോകും. അത്രയ്ക്ക് ഭയങ്കരമായ കമന്റുകളാണ് അവരുടെ വീഡിയോയുടെ അടിയിലൊക്കെ വരുന്നത്. കാരണം ഇവർ ഈ പാർട്ടിയിൽ ചേർന്നതിന് ശേഷം ബുദ്ധിയില്ലാതാകുകയാണോ അതോ ബുദ്ധി ചോർന്നു പോവുകയാണോ എന്നൊക്കെയാണ് പല ആളുകളും കമന്റ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ടത് ശരി തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ഇത്രയും സിനിമാ താരങ്ങൾ, അറിവും വിവരവും ബുദ്ധിയുള്ളവർ ഈ എന്താ പറയുക, ഈ പാർട്ടി വന്നതിന് ശേഷം ശരിക്കും ബുദ്ധിയില്ലാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് ഇവരുടെ ഓരോ സംഭാഷണങ്ങളും. ബുദ്ധി ഇല്ലാന്ന് നമുക്ക് വരെ തോന്നിപ്പോകും. എന്തിനാ ആര് കേട്ടാലും തോന്നും ഇവർക്ക് ഇത് ബുദ്ധിയില്ലേ എന്ന്. അത്തരത്തിലുള്ള ഓരോ സീനുകളും കോമഡികളും. പക്ഷെ അപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നപ്പം എനിക്ക് അച്ഛൻ പറഞ്ഞ കാര്യം ആലോചിച്ച. അച്ഛൻ അതൊരു മാനിഫെസ്റ്റേഷൻ പോലെ ചെയ്തത് കൊണ്ടാണോ, ഉള്ളിൽ അത്രയും എവിടെയെങ്കിലും അച്ഛൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇതൊന്നും ഞങ്ങൾ ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. അതുപോലെ അഞ്ജലി നായർ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ പോയ സമയത്ത് അവിടുന്ന് പുറകിൽ നിന്ന് ആരോ MLA കഴിച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഉറപ്പിച്ചു, ഇത് ഞങ്ങളുടെ MLA തന്നെയാണ്, ഇത് നിങ്ങൾ ഒന്നും പറയണ്ട, ഞങ്ങളുടെ MLA ആണ്, ഞങ്ങൾ MLA ആയി ഞങ്ങൾ കണ്ടു കഴിഞ്ഞു എന്ന്, ഞങ്ങളുടെ MLA കഴിച്ചിട്ട് പോട്ടെ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ആണ് ഇവർക്ക്. അതായത് ഇവർ എന്താണ് പറയുക, ഇവർക്ക് ഭരണം കിട്ടും, പിന്നെ അധികാരത്തിൽ വരും, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ മന്ത്രിയാകും എന്നൊക്കെ. ഇത് ഇവല്ല UP-യോ ബീഹാറോ വല്ലതും ആണോ? ഇത് കേരളമാണ്. ഇത് കേരളത്തിൽ അത്തരത്തിൽ നിങ്ങൾക്ക് ഈ BJP ഇല്ലെങ്കിൽ NDA ഈ സ്ഥാനാർത്ഥികൾക്കൊക്കെ ക്ലച്ച് പിടിക്കണമെന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. പെട്ടെന്ന് അങ്ങനെ ക്ലച്ച് പിടിക്കില്ല. 2020 ഒരാൾ പോലും കേരളത്തിൽ MLA ആകാൻ സാധിക്കില്ല. രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്കാരുടെ കൂടെ പോയിട്ടാണ് വരുന്നത്. അപ്പൊ അതിലൊരാള് വേഗം കഴിക്കട്ടെ, MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. MLA-യോ? ഞങ്ങളുടെയൊക്കെ MLA ആണ്. MLA എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പം അവരും ഉറപ്പിച്ചു കഴിഞ്ഞു. ഇവര് ഉറപ്പിച്ചു കഴിഞ്ഞു മന്ത്രിയാകും, ഞാൻ MLA ആയി കഴിഞ്ഞു, MLA ആണ് എന്നൊക്കെ. ഇത്തരം ആളുകളുടെ കോമഡി ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. ഒരു MLA എന്നൊക്കെ പറഞ്ഞ ആരാ? അത് മറ്റേ ഇത് ഇലക്ഷനിൽ നിന്ന് ജയിച്ചു കഴിയുമ്പോ കിട്ടുന്ന ഒരു സാധനമാണ്. ഇതുപോലെ ചുമപ്പ് കറങ്ങുന്ന ലൈറ്റ് ഒക്കെ ഉണ്ടാവും. അതിന് ജയിക്കണ്ടേ? വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പം അവരും ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ അതൊരു കാര്യം. പിന്നെ പലയിടത്തും പോകുമ്പോ അവര് കരുതി വെക്കുന്ന ഓരോ ഗിഫ്റ്റുകൾ ഉണ്ട് എനിക്ക് തരാൻ വേണ്ടിയിട്ട്. സംഭവം ഈ ഒരു മാസം അടിപൊളിയായിരുന്നു. പക്ഷേ ഇനിയുള്ള ദുഃഖങ്ങളല്ല, ഇത്തരത്തിലുള്ള കോമഡികൾ ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നാണ്. മെയ് 4-ാം തീയതി വരെ കാത്തിരിക്കണം. മെയ് 4-ാം തീയതി റിസൾട്ട് കൂടി ഒന്നെല്ലാം തോറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ട്രോളുകളും കോമഡികളും എന്താ പറയുക സങ്കടമായിട്ടുള്ള സീനുകളായിരുന്നു. ഇനി ഇത്രയും ദിവസം ഇനി വെയിറ്റ് ചെയ്തിരിക്കണം. കാരണം ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞുള്ള കോമഡിയും സീനുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പഴയപോലെ കോമഡി ചാനലിൽ കോമഡി ഷോ പരിപാടികൾ കാണേണ്ടി വരും. ഇത്ര നന്നായിട്ട് കോമഡി, അതായത് ലൈവ് കോമഡികളാണ് ഇവരുടെയൊക്കെ. എല്ലാം കുറേ കാൻഡിഡേറ്റ് ഉണ്ട്. അതായത് NDAക്ക് നമ്മുടെ സാബു ജോൺ ഇറക്കിയിട്ടുള്ള കുറേ സ്ഥാനാർത്ഥികൾ, അതുമാതിരി അഖിൽ മാരാര്, അഞ്ജലി നായർ, അങ്ങനെ കുറേ കാൻഡിഡേറ്റുകൾ ഇവർ ഇറക്കിയത് മുഴുവൻ എന്താ പറയുക കോമഡി പീസുകളായി മാറിയിരിക്കുകയാണ്. അങ്ങനെ 2020 പുതുമുഖങ്ങളെ ഇറക്കി അങ്ങനെ കേരളം പിടിക്കാന്നൊക്കെയുള്ള വിചാരത്തോടുകൂടിയാണ് സാബു ജോൺ 2020 കുറേ സെലിബ്രിറ്റികളെ അങ്ങനെ ഇറക്കി ഞങ്ങൾ വിജയിപ്പിച്ചെടുക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. എൻ്റെ പൊന്നുമക്കളെ, ഈ കേരളത്തിലൊക്കെ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എത്ര അധികം പാടുപെടണം. അതിനിവിടെ LDF ഇല്ലാതിരിക്കണം നിങ്ങൾക്കൊരു സീറ്റ് കിട്ടണമെങ്കിൽ.
അത്ര എളുപ്പത്തിലൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. LDF ഈ കേരളത്തിലുള്ളിടത്തോളം കാലം നിങ്ങൾക്കൊരു സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അത് വളരെ ബുദ്ധിമുട്ടുള്ള കേസാണ്. കോൺഗ്രസ് എന്നൊക്കെ വേണമെങ്കിൽ BJPയിലേക്ക് ആളുകൾ മാറിയിട്ടും കോൺഗ്രസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വോട്ട് പിടിക്കാം. പക്ഷേ LDF എന്ന് കിട്ടാൻ നിങ്ങൾക്ക് അത്ര എളുപ്പമല്ല. അങ്ങനെ പുതിയതായി രൂപം കൊണ്ട നമ്മുടെ പുതിയ MLA-മാർക്കും മന്ത്രിമാർക്കും ഒക്കെ എന്തായാലും നമുക്ക് ആശംസ പറയാം. 4-ാം തീയതി വരുന്നതോടുകൂടി MLA മന്ത്രിയും ആയിട്ടുള്ള നമ്മുടെ ചക്കക്കാരെല്ലാം ചക്ക അടപടലം പൊട്ടി ഉള്ള ഒരവസ്ഥ കാണുമ്പോൾ ഈ ആളുകൾ എന്നെ അറിയുമോ, എനിക്ക് വോട്ട് ചെയ്യുമോ, എന്നെ വിജയിപ്പിക്കുമോ എന്നൊക്കെ അവരോട് തന്നെയാണ് ചോദിക്കുന്നത്. അവർക്ക് പറയാൻ പോലും പറ്റുന്നില്ല. എന്ത് തന്നെയായാലും 100 സീറ്റിൽ കുറയാതെ LDF അധികാരത്തിൽ വരും. 3.0 അത് ഉറപ്പാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തുടർ ഭരണം ഉറപ്പായും ഉണ്ടാവും.